ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എലിയ പ്രവാചകൻ ശക്തനായ പ്രവാചകനായിരുന്നു. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട തീഷ്ണമതിയായ ശക്തനായ ദൈവത്തിൻ്റെ പ്രവാചകൻ ഏലിയ അരുളി ചെയ്യാതെ മഴ പെയ്യല എന്ന് പറഞ്ഞവൻ. ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞാലല്ലാതെ ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും പെയ്യുകയില്ല. വീണ്ടും ഏലിയ നമ്മൾ ദർശിക്കുന്നത് ജസബലിൻ്റെ ഭർത്താവായ ആഹാസിൻ്റെയും അവൻ്റെ ജനത്തിൻ്റെയും പതനമാണ്. ഏലിയയ്ക്ക് ഭക്ഷിക്കുവാൻ ദൈവം കാക്കയിലൂടെ മാംസവും അപ്പവും കൊണ്ടേ കൊടുക്കുന്നു. സറാഫത്തിലെ വിധവയുടെ കലത്തിലുണ്ടായിരുന്ന ഒരു പിടി മാവ് വർദ്ധിപ്പിക്കുകയും ഭരണിയിൽ ഉണ്ടായിരുന്ന അല്പം എണ്ണയെ വർദ്ധിപ്പിച്ചുകൊണ്ട് കുറേ നാൾ ജീവിക്കുവാനും, സറാഫത്തിലെ വിധവയുടെ മകൻ ജീവൻ വെടിഞ്ഞപ്പോൾ അവനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, അവൻ്റെ മേൽ കിടന്ന് പ്രാർത്ഥിച്ച് അവൻ ജീവൻ തിരിച്ചു കൊടുത്ത് തൻ്റെ അമ്മയായ അല്ലെങ്കിൽ വിധവയെ തൻ്റെ മകനെ ഏൽപ്പിക്കുന്ന ഏലിയയെ നമ്മൾ കാണുകയാണ്. ഏലിയ ബാലിനെതിരെ, അഷേര ദേവിക്കെതിരെ അല്ലെങ്കിൽ അഷേരയുടെ പ്രവാചകന്മാർക്കെതിരെ വെല്ലുവിളി നടത്തുന്നുണ്ട്. ബാൽദേവൻ്റെ പ്രവാചകന്മാർക്ക് എതിരെയും അഷേരയുടെ പ്രവാചകന്മാർക്കെതിരെയും വെല്ലുവിളി നടത്തി ബലിവസ്തുവിൻ്റെ മേൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തുവിനെ ദഹിപ്പിച്ചു കളയുന്നു. അത് കണ്ട ജനം യഥാർത്ഥമായ ദൈവത്തെ തിരിച്ചറിയുന്നു. ഏലിയയോട് പറയുന്നു, നിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന്. അവർ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി തിരികെ വരികയാണ്. വാടാമുൾച്ചെടിയുടെ ചൂട്ടിൽ കടന്നുകൊണ്ട് ഉറങ്ങുകയും ഒരു പാത്രവും ജനവും ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും കഴിച്ചുകൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറബിൽ എത്തിയവൻ. മഴ വീണ്ടും പെയ്ച്ചവൻ. പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് തൻ്റെ അനുയായിയായിട്ട് പ്രവാചകനായി തിരഞ്ഞെടുക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് എലീഷയുടെ മേൽ തൻ്റെ പുതപ്പ് ഇട്ടുകൊടുക്കുന്നവൻ. ശക്തമായ തെറ്റ് കാണുമ്പോൾ ശക്തമായി താക്കീത് കൊടുക്കുന്നവൻ. കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുന്നവൻ. അവൻ്റെ കർത്തവ്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ തൻ്റെ ജനത്തിനെ പാപം കണ്ട് ദൈവം വേദനിക്കുന്നു എന്നോർത്ത് ഒത്തിരിയേറെ വേദനിക്കുന്ന ഒരു പ്രവാചകൻ. അവനെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. വളരെ ശക്തമായ പ്രവാചകനായ ഏലിയ നമ്മൾ കാണുകയാണ്. ദൈവത്തിൻ്റെ സ്വരം മാത്രം കേൾക്കുകയും അത് പറയാൻ വേണ്ടി തയ്യാറാകുകയും ചെയ്യുന്ന ഏലിയ. കർത്താവേ, ഞങ്ങളുടെ ഏലീഷയിലൂടെ അങ്ങയുടെ സ്വരം ശ്രവിക്കാൻ പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ അനേക പ്രവാചകന്മാരെ കർത്താവെ നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏലിയ ജെറിക്കോയിലേക്ക് പോയപ്പോഴും അവിടെ 40-ലധികം പ്രവാചകന്മാരുണ്ട്. അവിടെയും പ്രവാചക ഗണങ്ങളുണ്ടായിരുന്നു. അവിടുന്ന് ജോർദാനിലെത്തിയപ്പോഴും അവിടെയും പ്രവാചക ഗണത്തെ കാണുന്നുണ്ട്. കർത്താവേ, അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാട്ടിലെല്ലാം അങ്ങേക്ക് ശക്തരായ പ്രവാചകന്മാരുണ്ടായിരുന്നു. കർത്താവേ, ഈ കാലഘട്ടത്തിലും സഭയിലൂടെ അനേക പ്രവാചകന്മാരുണ്ടാകുവാൻ
ജനത്തെ നയിക്കുവാൻ ദൈവത്തെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് പാപജീവിതം വെടിഞ്ഞ് വിശുദ്ധിയോടെ ജീവിച്ച് നന്മ ചെയ്ത് അനേകം മാതൃകാപരമായ ജീവിതം നയിക്കാൻ തക്കവിധം ഓരോ വ്യക്തികളെയും അവിടുന്ന് ഒരുക്കണമേ, തിരഞ്ഞെടുക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് പ്രത്യേകമായി പാൻക്രിയാസിസിൽ രോഗമുള്ള, ഫാറ്റ് ലിവർ രോഗത്താൽ വേദനിക്കുന്ന വ്യക്തികളെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, അവരുടെ മേൽ ആണിപ്പാടില്ലാതെ അങ്ങവിടുത്തെ കരം നീട്ടി അവരെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ. കർത്താവെ, കൊച്ചുകുട്ടികൾ പോലും ഫാറ്റ് ലിവറിൻ്റെ പേരിൽ വേദനിക്കുന്നവരുണ്ട്. കർത്താവെ, അവരെയും നീ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഉദര ശിശുക്കളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉദരത്തിലായിരിക്കുന്ന ശിശുക്കൾക്ക് യാതൊരു കുഴപ്പം കൂടാതെ സുഖമായി അവർ പുറത്തേക്ക് കടന്നു വരുവാനും അമ്മയും കുഞ്ഞും സുഖമായി ജീവിക്കാനും തക്കവിധം കർത്താവെ അവരുടെ മേൽ നീ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. അവരും വിശുദ്ധിയോടെ ജീവിക്കുവാനും കർത്താവിൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് തൻ്റെ മക്കളെ, തൻ്റെ തലമുറകളെ വാർത്തെടുക്കുവാൻ തക്കവിധം ജ്ഞാനം പകർന്നു കൊടുത്ത് വിശ്വാസം പകർന്നുള്ള ജീവിക്കാൻ തക്കവിധം അവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മ ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും പ്രത്യേകമായി അമ്മ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.